മഹാശോഭായാത്രയുടെ വർണ്ണാഭമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നാടെങ്ങും ഗോപികമാരും ഉണ്ണിക്കണ്ണന്മാരും നിരത്തുകൾ കീഴടക്കുന്ന നിമിഷങ്ങളാണ്. അവരുടെ കളിച്ചിരികൾ, ആഘോഷങ്ങൾ, നൃത്തച്ചുവടുകൾ, കൗതുക കാഴ്ചകളാണ് എവിടെ നിന്നും വരുന്നത്. മനോഹരമായ ദൃശ്യാവിഷ്കാരങ്ങൾ, പുരാണ കഥാസന്ദർഭങ്ങളിലെ ആവിഷ്കാരം, അങ്ങനെ വർണ്ണാഭമായ കാഴ്ചകൾ എല്ലായിടത്തു നിന്നും വരുന്നു. ശോഭായാത്രകൾ സജീവമാകുന്ന മണിക്കൂറുകൾ നീണ്ട തയ്യാറെടുപ്പിനൊടുവിൽ മേക്കപ്പൊക്കെ ഇട്ട് വേഷഭൂഷാദികളൊക്കെയായി അങ്ങനെ അലങ്കൃതരായ കുഞ്ഞുങ്ങൾ അവർ നിരത്തുകളിലേക്ക് എത്തുമ്പോൾ അതൊരു കൗതുകവും സന്തോഷവും നൽകുന്ന കാഴ്ചയാണ്. കുട്ടികൾക്കാണെങ്കിലും അത് വളരെ സന്തോഷമുള്ള കാഴ്ചകളാണ്. അവരുടെ ഇഷ്ടദേവൻ്റെയും ദേവിയുടെയും ഒക്കെ വേഷത്തിലൊക്കെ അങ്ങനെ അണിഞ്ഞൊരുങ്ങുന്നതിലുള്ള ആനന്ദം, ഒപ്പം കൂട്ടുകാരോടൊപ്പം ഇങ്ങനെ ചുവട് വെച്ച് വലിയൊരു സമൂഹത്തിന് മുന്നിലൂടെ ഇങ്ങനെ ചുവട് വെച്ച് അങ്ങനെ ആഹ്ലാദ ഉല്ലാസങ്ങളിൽ അവരിങ്ങനെ നിറയുന്ന ദൃശ്യങ്ങളാണ്. ഇതാ തിരുവനന്തപുരത്തു നിന്നുള്ള നൃത്തത്തിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്ന. വാദ്യഘോഷങ്ങളുടെ അകമ്പടിയിലാണ് എവിടെയും ശോഭായാത്രകൾ പുരോഗമിക്കുന്നത്. ഇനി ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഈ ശോഭായാത്രാ സംഗമ സ്ഥലങ്ങളിൽ ഉറിയടി ഉൾപ്പെടെയുള്ള കാഴ്ചകളും പരിപാടികളുമുണ്ട്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. അഭിനന്ദ്, കൊച്ചിയിലെ ശോഭായാത്ര ആരംഭിച്ചോ? എവിടെ വരെ എത്തി ആഘോഷയാത്ര? ഗോകുൽ, അക്ഷരാർത്ഥത്തിൽ മെട്രോ നഗരം കണ്ണന്മാരും ഗോപികമാരുമായി ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. കാര്യം ഒരുപാട് ആളുകൾ ഇപ്പോൾ ചെറിയൊരു നടത്തം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണിതരാകുന്ന ദൃശ്യങ്ങളാണുള്ളത്. ചെറിയ രീതിയിൽ തന്നെ ഇപ്പോൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ മുതലുള്ളവർ ഈ ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ട്. ഇപ്പോൾ അയ്യപ്പൻകാവിൽ നിന്നുള്ള ശോഭയാത്ര കൂടി ഈ കൊച്ചിയുടെ ഈ ശോഭയാത്രയിൽ ഇപ്പോൾ പങ്കാളികളായിരിക്കുകയാണ്. അങ്ങനെ അവർ അവസാനം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലേക്ക് ഒരു നീണ്ട നിരയായി ഇപ്പോൾ പോകുന്ന കാഴ്ചകളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊച്ചി നഗരത്തിൽ മുഴുവനും ഇപ്പോൾ കണ്ണന്മാരാലും ഗോപികമാരാലും ചുറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും വയനാട് ഉരുൾപൊട്ടലിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ കൂടുതൽ ധനസഹായമൊക്കെ നൽകണമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നുണ്ട് ഇവിടുത്തെ ഈ ബാലഗോകുലത്തിന്റെ അടക്കമുള്ള അധികൃതർ. എന്തായാലും ഒരു വലിയ ശോഭ തന്നെ പരത്തിക്കൊണ്ട് കൊച്ചി നഗരം ആകമാനം ഇപ്പോൾ വർണ്ണപൂരിതമായിരുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു കുഞ്ഞുണ്ട്. അപ്പൊ അവൻ ആദ്യം ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇപ്പൊ ചെറുതായിട്ടൊക്കെ ഒന്ന് കരയുന്നുണ്ട്, അമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇപ്പോൾ ദൃശ്യം വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലതുപോലെ കരയുന്നുണ്ട്, പക്ഷെ അമ്മ നമുക്ക് അനങ്ങുന്നില്ല. അമ്മ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. പക്ഷെ എന്നാലും അവനെ സമാധാനിപ്പിക്കാൻ ചേച്ചി കൂടെ ഉണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഭയങ്കരമായ സന്തോഷം പകരുന്ന ഒരുപാട് തരത്തിലുള്ള നമുക്കറിയാം ഈ പ്രളയം അതുപോലെ തന്നെ ദുരിതത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലേക്കുള്ള ഒരു സംഗമം ഒരുപാട് സന്തോഷം പകരുന്ന കാഴ്ചയാണ്. അതാണ് യഥാർത്ഥത്തിൽ കൊച്ചി നഗരത്തിൽ കാണാൻ സാധിക്കുന്നത്. എറണാകുളത്തെ അപ്പൻ ഗ്രൗണ്ടിലേക്ക് അല്പസമയത്തിനകം തന്നെ ഇത് എത്തിച്ചേരും. അങ്ങനെ ഒരു നീണ്ട ശോഭയാത്രയായി, മഹാശോഭയാത്രയായി അവസാനിക്കും. അതിന്റെ ദൃശ്യങ്ങൾ, മനോഹരമായ ദൃശ്യങ്ങളാണ് ഗൂഗിൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വലിയ തിരക്കിനിടയിലും ഇങ്ങനെ അതിനിടയിലൂടെ ആളുകൾക്കിടയിലൂടെ പരക്കം പായുന്നു ഓടിക്കളിക്കുന്ന ഉണ്ണിക്കണ്ണന്മാർ, നൃത്തച്ചുവടുകളുമായി രാധികമാർ, അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ് എവിടെ നിന്നും വരുന്നത്. ഇതാ കുരുന്ന് കൃഷ്ണന്മാരുടെ കൗതുകം. അവർ അങ്ങനെ ആ പാട്ടിനും മേളത്തിനുമൊക്കെ ഒപ്പിച്ച് ചുവട് വെച്ച് ഇതാ കയ്യിൽ വാട്ടർ ബോട്ടിലുമായ ഒരു കണ്ണൻ, കൂളിംഗ് ഗ്ലാസ് ഉണ്ട്. അങ്ങനെ മനോഹരമായ കാഴ്ചകളാണ്, കൗതുകമായി ഉണർത്തുന്ന കാഴ്ചകളാണ്. കുഞ്ഞുങ്ങളുടെ ആഘോഷമാണ് എല്ലാ ഇടത്തും നിരത്തുകളിൽ കാണുന്നത്. അവർ ഓടക്കുഴലൊക്കെ ഒരു കളിപ്പാട്ടം പോലെ അങ്ങനെ ആനന്ദിച്ച് ആർത്തുല്ലസിക്കുന്ന ദൃശ്യങ്ങൾ. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയുണ്ട്. സൂരജ്, തൃശ്ശൂരിലെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞ് ശോഭായാത്രയുടെ ആ ഘോഷയാത്ര, മഹാശോഭായാത്ര ആരംഭിച്ചോ? ഗൂഗിൾ, തൃശ്ശൂരിൽ ശോഭായാത്ര ആരംഭിച്ചിരിക്കുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിന് മുന്നിൽ നിന്ന് സുരേഷ് ഗോപി MP ആണ് ഈ ശോഭായാത്രയ്ക്ക് ഫ്ലാഗ് ഓഫ് നിർവഹിച്ചത്. ഇതോടുകൂടി തന്നെ ഈ ശോഭായാത്ര തുടങ്ങിയിട്ടുണ്ട്. വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിലൂടെ വടക്കുംനാഥ ക്ഷേത്രത്തെ വലം വച്ചുകൊണ്ട് ഈ പാറമേക്കാവിൽ തന്നെ വീണ്ടും ഈ ശോഭായാത്ര സമാപിക്കുകയാണ്. അതിൻ്റെ ഒരു പതിവ് രീതി. ഇവിടെ നിന്ന് ശോഭായാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. 100 കണക്കിന് ആളുകൾ, അത് ഈ പിഞ്ചു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഈ ശോഭായാത്രയുടെ ഭാഗമായി അണിനിരക്കുന്നു എന്നുള്ളതാണ്. വലിയ തിരക്ക് അത് സ്വരാജ് റൗണ്ടിന്റെ ഇരുവശത്തും, അതായത് ഈ ശോഭായാത്ര കാണാൻ തന്നെ കാത്തു നിൽക്കുന്ന 100 കണക്കിന് ആളുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ശോഭായാത്രയുടെ ഭാഗമാകാൻ എത്തിയ ആളുകളുണ്ട്. അങ്ങനെ ഒരു ജനസാഗരമായി തന്നെ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനിയുടെ അരികെല്ലാം മാറുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് ഈ പീലിത്തിരിനോട് ചൂടി ഈ തെരുവീതികളാകെ തന്നെ ബാല്യങ്ങൾ കൈയടക്കുന്നു. കൃഷ്ണലീലകളും അതോടൊപ്പം തന്നെ രാധാകൃഷ്ണ ബന്ധങ്ങളുമെല്ലാം പറഞ്ഞുകൊണ്ട് ഈ കൃഷ്ണന്റെ ലീലകളെല്ലാം പങ്കുവെച്ചുകൊണ്ട്
ഈ തെരുവീതികളിലാകെ തന്നെ ഈ ബാല്യങ്ങൾ കൈയടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ വർണ്ണാഭമായ ഘോഷയാത്ര അത് തൃശ്ശൂരിലും നടക്കുക. പ്രത്യേകിച്ച് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഈ കൃഷ്ണന്റെയും രാധയുടെയും എല്ലാം ഈ വസ്ത്രങ്ങൾ ധരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ച് വീട്ടിൽ നിന്നൊക്കെ സന്തോഷത്തോടു കൂടി വന്ന കുട്ടികളുണ്ട്. പക്ഷേ അവരെല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് ചിലരെങ്കിലും ഈ ആൾക്കൂട്ടത്തെ കണ്ട് ജനത്തിരക്ക് കണ്ട് കരയുന്നുണ്ട്. പക്ഷെ ചിലരാകട്ടെ വലിയ പുഞ്ചിരിക്കുന്ന മുഖത്തോടു കൂടി എല്ലാവരെയും കൈ ഉയർത്തി കാണിച്ചുകൊണ്ടും നൃത്തം ചെയ്തുകൊണ്ടും എല്ലാം തന്നെ ഈ വടക്കുംനാഥന്റെ തെരുവീതികളിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും തൃശ്ശൂരിലും വലിയ ആഘോഷം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകൾ ശോഭായാത്രയുടെ ഭാഗമാവുകയാണ്. ഗൂഗിൾ അതിമനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ നിന്നും വരുന്നത്. ശോഭായാത്രയുടെ ശോഭ ചോരാത്ത ദൃശ്യങ്ങൾ, അങ്ങനെ മിഴിവേറിയ കാഴ്ചകളാണ് ഇവിടെ നിന്നും വരുന്നത്. അതിമനോഹരമായ ഫ്ലോട്ടുകൾ, പുരാണ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരങ്ങൾ, നൃത്തച്ചുവടുകൾ, ഉണ്ണിക്കണ്ണന്മാരുടെ കളിചിരികൾ, അവരുടെ കുറുമ്പ് കുസൃതി എല്ലാം ഈ നിരത്തുകളിൽ അവരെ കാത്തിരുന്ന മനുഷ്യരെ ആഹ്ലാദഭരിതരാക്കുന്ന നമ്മുടെ പ്രേക്ഷകരും ആ ദൃശ്യങ്ങൾ ആസ്വദിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതാ കൊച്ചുകുട്ടികൾ അവരുടെ ആനന്ദത്തിൽ അങ്ങനെ ലയിച്ച് വലിയ ആൾക്കൂട്ടത്തെ കാണുന്നതിൻ്റെ പരിഭ്രമമൊന്നുമില്ലാതെ ആവേശത്തോടുകൂടി ഈ ശോഭായാത്രയുടെ ഭാഗമാകുന്നു. മനോഹരമായ ദൃശ്യങ്ങൾ, ആഘോഷത്തിൻ്റെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഏറ്റവും മിഴിവാർന്ന കാഴ്ചകൾ, ജന്മാഷ്ടമി ആഘോഷത്തിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് വരുന്നത്. ആ അമ്മയുടെ കയ്യിൽ അങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വരുന്ന കണ്ണൻ. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പത്തനംതിട്ടയിലെ ആഘോഷങ്ങൾ എങ്ങനെ വിവരം? പത്തനംതിട്ട നഗരത്തിലെ സെൻട്രൽ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അല്പസമയം മുൻപാണ് ശോഭായാത്ര ആരംഭിച്ചത്. ഇവിടെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും ഒക്കെ വളരെ ആവേശത്തോടു കൂടി ഈ ശോഭായാത്രയിൽ അണിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ചെറിയ കുട്ടികൾ അവരുടെ ഉണ്ണിക്കണ്ണന്മാരായും ഗോപികമാരുമായൊക്കെ നൃത്തങ്ങളുമായി ഇവിടെ തുടരുന്ന ഒരു കാഴ്ച എന്തായാലും നഗരത്തെ ഒരു ഗോകുലമാക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തായാലും വലിയ സന്തോഷത്തോടു കൂടിയൊക്കെ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ നമുക്കും കണ്ണിന് കുളിർമ നൽകുന്ന ദൃശ്യങ്ങളാണ്. എന്തായാലും കുട്ടികൾക്കൊക്കെ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് കുട്ടികൾ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നത്.